ഞാൻ ഡോക്ടർ ഷെഫീന, CMO സംയമ നാച്ചുറോപ്പതി ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ, തൃക്കരിപ്പൂർ, കാസർഗോഡ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് മൂത്രാശയ അണുബാധ അഥവാ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സിംറ്റംസുമായിട്ടാണ് പേഷ്യൻസ് വരാറ്. ചിലവർക്ക് മൂത്രമൊഴിക്കുമ്പോഴുണ്ടാകുന്ന വേദന, മറ്റു ചിലർക്ക് മൂത്രമൊഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് തോന്നിക്കൊണ്ടിരിക്കുക, ചിലവർക്ക് മൂത്രത്തിൽ ബ്ലഡിൻ്റെ അംശം കാണാറുണ്ട് എന്ന് പറയാറുണ്ട്, മറ്റു ചിലവർക്ക് പനി ഉണ്ടാവാറുണ്ട്. ഈ തരത്തിലുള്ള ലക്ഷണങ്ങളുമായി വരുന്നവരോട് നമ്മൾ ആദ്യം ചെയ്യാൻ പറയുന്നത് ഒരു യൂറിൻ ടെസ്റ്റാണ്. യൂറിൽ പസ് സെൽസ് ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാറ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് യൂറിൻ കൾച്ചർ ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. കൾച്ചർ ചെയ്തതിന് ശേഷം അതിൽ കോമൺ ആയിട്ടും ഈക്കൊലയു, ക്ലെപ്സിയല്ല, സ്യൂഡോമോണസ് പോലുള്ള ബാക്ടീരിയകളാണ് കൂടുതലായി കാണാറ്. ഇപ്പോൾ AC-യിലിരുന്ന് ജോലി ചെയ്തവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതുപോലെ AC കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് വഴി മൂത്രാശയം പെട്ടെന്ന് തന്നെ ഒരു ആസിഡ് pH-ലേക്ക് മാറാനും ഈ ആസിഡ് pH ഈക്കൊലൈ പോലുള്ള ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായകമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരിൽ കൂടുതലായി യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ കണ്ടുവരുന്നു. ഇനി പ്രഗ്നൻസി ടൈമിൽ മൂത്രനാളിയിലും മൂത്രാശയത്തിലും കൂടുതലായി ഒരു പ്രഷർ വരുന്നത് കൊണ്ട് തന്നെ അത് UTIയിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമാണ്. സ്ത്രീകളിൽ മാസമുറ നിന്നതിന് ശേഷവും ഹിസ്റ്ററക്ടമിക്ക് ശേഷവും ഗർഭപാത്രം നീക്കം ചെയ്തതിന് ശേഷവും UTI കൂടുതലായി കാണപ്പെടുന്നു. ഈ രണ്ട് സ്ഥലത്തും കോമൺ ആയി കണ്ടുവരുന്ന ഒന്നാണ് ഹോർമോൺസിൻ്റെ കുറവ്. യൂട്രസ് ആണ് സാധാരണഗതിയിൽ ഈസ്ട്രോജനും പ്രോജസ്റ്ററോണും ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ഹിസ്റ്റക്ടമിക്ക് ശേഷം ഈ പറയുന്ന ഹോർമോൺസ് കുറയുന്നു. ഈ രീതിയിൽ ഈസ്ട്രോജൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൂത്രനാളിൽ വരൾച്ച ഉണ്ടാക്കുകയും ഈ വരൾച്ച ഇൻഫെക്ഷനുള്ള ചാൻസ് കൂട്ടാനും സാധ്യതയുണ്ട്. ഇതാണ് UTI വരാനുള്ള, ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് കൂടുതലായി UTI കാണാനുള്ള മറ്റൊരു കാരണം. അതുകൊണ്ട് തന്നെ ഗർഭപാത്രം നീക്കം ചെയ്ത സ്ത്രീകളിലും മെനോപോസിന് ശേഷമുള്ള സ്ത്രീകളും നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ്റെ അളവ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫൈറ്റോ ഈസ്ട്രോജൻ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഫ്ലാക്സീഡ് പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രോബയോട്ടിക്കുകളുടെ ഉപയോഗവും ഈ പറയുന്ന UTI മാനേജ് ചെയ്യാൻ വളരെയധികം സഹായകമാണ്. ഇവിടെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കോടാനുകോടി ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ത്വക്കിനകത്തും നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്കകത്തും അതുപോലെ തന്നെ നമ്മുടെ യൂറിനറി ട്രാക്കിനകത്തും ഒത്തിരി ബാക്ടീരിയ വളരുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഉണ്ട്. അപ്പോൾ ഈ UTI വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയയുടെ അളവ് കുറയുന്നതാണ് ഒരു പ്രധാന കാരണം, അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയയുടെ അളവ് കൂടുന്നതായിരിക്കാം ഇതിനുള്ള പ്രധാന കാരണം. എസ്പെഷ്യലി ഈക്കൊലൈ, ക്ലെപ്സിയല്ല ഒക്കെ പോലുള്ള ബാക്ടീരിയകൾ. ഈ നല്ല ബാക്ടീരിയകളുടെ പേര് ലാക്ടോബാസിലസ് എന്നാണ്. ഈ ലാക്ടോബാസിലസ് കണ്ടുവരുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ. അപ്പോൾ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ അകത്ത് ലാക്ടോബാസിലസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അതും UTIയിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണമാണ്. ഇവിടെ നമ്മുടെ ശരീരത്തിനകത്ത് കോടാനുകോടി ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ത്വക്കിനകത്തും നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥക്കകത്തും അതുപോലെ തന്നെ നമ്മുടെ യൂറിനറി ട്രാക്കിനകത്തും ഒത്തിരി ബാക്ടീരിയകളുണ്ട്. ഇവിടെയൊക്കെ നല്ല ബാക്ടീരിയകളും മോശം ബാക്ടീരിയകളും ഉണ്ട്. അപ്പോൾ ഈ UTI വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളുടെ അളവ് കുറയുന്നതാണ് ഇതിനൊരു കാരണം. അല്ലെങ്കിൽ നമുക്ക് പറയാം ചീത്ത ബാക്ടീരിയയുടെ അളവ് കൂടുന്നതായിരിക്കാം. എസ്പെഷ്യലി ഈക്കൊലൈ, ക്ലെപ്സിയല്ല പോലുള്ള ബാക്ടീരിയകളാണ്. അപ്പോൾ ഈ നല്ല ബാക്ടീരിയയുടെ പേര് ലാക്ടോബാസിലസ് എന്നാണ്. ഈ ലാക്ടോബാസിലസ് കണ്ടുവരുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ. അപ്പോൾ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ഈ ബാക്ടീരിയ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് UTI വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ബ്ലോട്ടിങ് അല്ലെങ്കിൽ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് കൂടുതലായിട്ട് നമ്മൾ UTI കാണുന്നത്. എന്തുകൊണ്ടാണ് ആമാശയത്തിൻ്റെ അകത്ത് ഈ നല്ല ബാക്ടീരിയകൾ കുറയുന്നത്? പല കാരണങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ തന്നെയാണ്. സാധാരണ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചതിന് ശേഷം 1-2 ആഴ്ചയ്ക്ക് ശേഷമാണ് പേഷ്യൻസ് കൂടുതലായി ഈ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വരുന്നത് എന്ന് പറയാറുണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ സാധിക്കുന്നത്? ഇതിന് ലാക്ടോബാസിലസ് അകത്തേക്ക് കൊടുക്കുന്നത് വഴി UTI മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. പ്രോബയോട്ടിക് പലതരത്തിലുണ്ട്. പ്രോബയോട്ടിക്കൽ പലതരത്തിലുണ്ടെങ്കിലും ഇത് എല്ലാ അസുഖങ്ങൾക്കും അനുയോജ്യമല്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് കൊടുക്കുന്ന പ്രോബയോട്ടിക്കുകളെല്ലാം നമ്മൾ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷന് കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ പ്രോബയോട്ടിക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു എക്സ്പേർട്ട് ഡോക്ടറിൻ്റെ ഗൈഡൻസിൽ മാത്രം സെലക്ട് ചെയ്യുക.
UTI മാനേജ് ചെയ്യാൻ ഏറ്റവും നല്ലത് ലാക്ടോബാസിലസ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതിൽ അധികം പുളിയില്ലാത്ത മോര്, ധാരാളം ലാക്ടോബാസിലസ് അടങ്ങിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇഞ്ചിയൊക്കെ ചേർത്ത് ഒരു സംഭാരം ഉണ്ടാക്കി കഴിക്കുന്നതും UTI മാനേജ് ചെയ്യാൻ സഹായിക്കും. ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള പ്രോബയോട്ടിക് ഡ്രിങ്ക്സും അവൈലബിൾ ആണ്. കമ്പോച്ചിയൊക്കെ പോലുള്ള പ്രോബയോട്ടിക് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗവും UTI മാനേജ് ചെയ്യാൻ സഹായിക്കും. മറ്റൊന്ന് കാൻബറി ജ്യൂസാണ്. നമ്മുടെ നാട്ടിൽ അധികം കണ്ടുവരാത്ത ഒരു ഫ്രൂട്ടാണ് കാൻബറി. പക്ഷേ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള കാൻബറി ജ്യൂസുകളും അവൈലബിൾ ആണ്. യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനിൽ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ ബാക്ടീരിയ യൂറിനറി ട്രാക്കിൻ്റെ വാളിൽ ഒട്ടിപ്പിടിക്കുന്നതായി കാണാറുണ്ട്. ഈ ഒട്ടിപ്പിടിക്കലിനെ ഒഴിവാക്കാൻ വേണ്ടി ഈ കാൻബറി ജ്യൂസ് വളരെയധികം സഹായകമാണ്. അതുകൊണ്ട് തന്നെ UTI ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് കാൻബറി ജ്യൂസ് കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ മാനേജ് ചെയ്യാൻ സഹായിക്കും. അടുത്തതായി നമ്മൾ ഭക്ഷണത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അളവ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ മോഷൻ ബാക്ടീരിയ വളരാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മീഡിയം എന്ന് പറയുന്നത് ഷുഗർ മീഡിയമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി അന്നജത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും 1-2 ആഴ്ച ഷുഗർ ഫ്രീ ആയി ഭക്ഷണത്തിൽ പൂർണ്ണമായും ഷുഗർ ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ UTI മാനേജ് ചെയ്യാൻ വളരെയധികം സഹായകമാണ്. മറ്റൊന്ന് വെള്ളത്തിൻ്റെ ഉപയോഗമാണ്. നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ നന്നായി വേർക്കുകയാണെങ്കിൽ നമ്മുടെ യൂറിൻ്റെ കളറ് വല്ലാതെ കളർ മാറുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ UTIയിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെയാണ്. കഠിനമായ വേർപ്പുള്ളവർ യൂറിൻ്റെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാനായി നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് നമുക്ക് ഡയൂററ്റിക്കുകളുടെ ഉപയോഗം. ഡയൂററ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ്റെ ഔട്ട്പുട്ട് കൂട്ടുന്ന രീതിയിലുള്ള ഡ്രിങ്ക്സുകളെയാണ് നമ്മൾ ഡയൂററ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നാച്ചുറലായി നമുക്ക് ഞെരിഞ്ഞിൽ വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ ബാർലി വെള്ളം ഒരു 2-3 ലിറ്റർ ഉണ്ടാക്കി അല്പാൽപമായി ഒരു ദിവസം കുടിക്കുന്നതും നല്ല ഒരു ഡയൂററ്റിക് എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ തരുന്നതാണ്. അതുപോലെ തന്നെ കരിക്കും വെള്ളം 1-2 കരിക്ക് ഒരു ദിവസം അല്പാൽപമായി കഴിക്കുന്നതും നല്ലതായിരിക്കും. അതുപോലെ തന്നെ തഴുതാമയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും UTI മാനേജ് ചെയ്യാൻ വളരെയധികം സഹായകമാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വഴി UTI വരാതിരിക്കാനും വന്ന UTI നന്നായി മറികടക്കാനും സഹായകമാണ്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.